അതെ ഗൈസ്, ഇനി ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് കേക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 3 മുട്ടയാണ് ട്ടോ എടുത്തത്. ചെറിയ മുട്ടയാണെങ്കിൽ 4 എണ്ണം എടുക്കുക. കുറച്ച് അത്യാവശ്യം വലിയ മുട്ടയാണെങ്കിൽ നമുക്ക് 3 എണ്ണം മതി കേട്ടോ. 250 കപ്പിൽ 3/4 കപ്പോളം മൈദയും ബാക്കി കൊക്കോ പൗഡറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂണ് അപ്പസോഡയും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ട്ടോ എടുത്തത്. 3/4 കപ്പോളം പഞ്ചാര പൊടിച്ചെടുക്കണം കേട്ടോ. പിന്നെ മുട്ടയ്ക്ക് ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്തുങ്ങാണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ കുറേശ്ശെ പഞ്ചാര ഇട്ടുങ്ങാണ്ട് പഞ്ചാര പൊടിച്ചത് ഇട്ടുങ്ങാണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ പരുവത്തിലാവും കേട്ടോ. അതിന് ശേഷം നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് സൺഫ്ലവർ ഓയിൽ 4 ടീസ്പൂൺ വരെ ഒഴിക്കുക. ഞാൻ 2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഫ്ലോർ കുറച്ചായിട്ട് നമ്മൾ അതിലിട്ട് കൊടുത്തുങ്ങാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലൊരു പാത്രത്തിലാക്കിങ്ങാണ്ട് നല്ല ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഇതുപോലൊരു ചെമ്പിൽ മണ്ണ് നിറച്ചിട്ടാണ് നമ്മൾ ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം നമ്മൾ അത് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ മുട്ട നന്നായിട്ട് ബീറ്റ് ആവണം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എത്രത്തോളം ബീറ്റ് ആവണോ അത്രത്തോളം നമുക്ക് കേക്ക് നല്ല സോഫ്റ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണേ. അതിന് ശേഷം നമ്മൾ കുറച്ച് പാല് പഞ്ചാര ഇട്ടുകൊണ്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റും മെൽറ്റ് ചെയ്തെടുത്തിക്കണം കേട്ടോ. വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇതിലിട്ട് പിന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മളിത് മിക്സിങ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പിന് പകരം പാലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ പാൽ ഒഴിച്ച് കൊടുത്തങ്ങാണ്ട് കുറച്ച് ക്രീം ഇട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതുപോലെ എല്ലാതും ചെയ്തെടുക്കണേ. അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു അരമണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം അടുത്ത കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.